ലോകവേദിയിൽ യൂറോപ്പ് ശക്തമായി സ്വയം നിലയുറപ്പിക്കണമെന്നും ലോകശക്തിയായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ചൈന, റഷ്യ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ നേരിടുമ്പോൾ യൂറോപ്പ് ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആഴ്ച ബ്രസൽസിൽ നടക്കാനിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് മക്രോണിന്റെ പ്രതികരണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥ, ധനകാര്യം, പ്രതിരോധം, സുരക്ഷ, ജനാധിപത്യ സംവിധാനം തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള വിഷയമാണിതെന്നും ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. വ്യവസായിക നിക്ഷേപത്തിനായി 100 കണക്കിന് ബില്യൺ യൂറോ സമാഹരിക്കുന്നതിനായി സംയുക്ത വായ്പാ പദ്ധതി വേണമെന്നും ഇമ്മാനുവൽ ആവശ്യപ്പെട്ടു. നമ്മുടെ ഭാവി ചെലവുകൾക്കായി ഒരു പങ്കാളിത്ത വായ്പ സമാഹരണത്തിനുള്ള സമയം വന്നിരിക്കുന്നു. ഭാവിക്ക് വേണ്ടിയുള്ള യൂറോ ബോണ്ടുകൾ, മികച്ച പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിന് വലിയ യൂറോപ്യൻ പദ്ധതികൾ നമുക്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിനെ സന്തുലിതമായ ഒരു മാതൃക ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന കാര്യം മാക്രോൺ അംഗീകരിച്ചു. പോർച്ചുഗൽ, സ്പെയിൻ, ഇറ്റലി, ഗ്രീസ് എന്നിവിടങ്ങളിൽ 2010കളിൽ ആരംഭിച്ച പരിഷ്കരണങ്ങൾ പോലുള്ളവ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ലോകവിപണികൾ അമേരിക്കൻ ഡോളറിനെ ഭയക്കുന്നു. അതിന് ബദലുകൾ വേണം. എല്ലാ നിക്ഷേപകർക്കും ജനാധിപത്യ നിയമവാഴ്ച ഒരു വലിയ ആകർഷണമാണ്. ഞാൻ കാണുന്നതിൽ ഒരു വശത്ത് ചൈന എന്ന ഏകാധിപത്യ ഭരണകൂടവും മറുവശത്ത് നിയമവാഴ്ചയിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്ന US ഉണ്ടെന്നും മാക്രോൺ വ്യക്തമാക്കി. 27 അംഗ യൂറോപ്യൻ യൂണിയനെ സുരക്ഷ, പ്രതിരോധം, ശുദ്ധമായ ഊർജം, AI തുടങ്ങിയ നിർണായക മേഖലകളിൽ നിക്ഷേപം നടത്താൻ പ്രതിവർഷം 1.2 ട്രില്യൺ യൂറോ ആവശ്യമാണെന്നാണ് മാക്രോൺ വ്യക്തമാക്കിയത്. ലോകത്തിലെ അരാജകത്വത്തിൽ യൂറോപ്പ് വലിയ വെല്ലുവിളി നേരിടുന്നുവെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു. ഗ്രീൻലൻഡിനെ ചൊല്ലിയുള്ള അമേരിക്കയുമായുള്ള ഏറ്റവും പുതിയ സംഘർഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലൻഡ് വിഷയത്തിൽ നിന്ന് പിന്മാറിയതായി തോന്നിപ്പിക്കുന്നതാണെന്നും യൂറോപ്യന്മാർ വഞ്ചിക്കപ്പെടരുതെന്നും മാക്രോൺ പറഞ്ഞു. ട്രംപിനെ ഒറ്റ നിമിഷത്തേക്ക് പോലും വിശ്വസിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.